നമസ്കാരം. A2 Sirലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിയമ നടപടികളെ പറ്റിയും നമ്മോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് R. S. മിനിയാണ്. മാഡം, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളല്ല, കാലാകാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് അതിക്രമങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് പല സ്ഥലങ്ങളിലും പുറത്ത് പറയാറില്ല. പുറത്ത് പറഞ്ഞാൽ തന്നെ ഇതധികം വാർത്തകളിൽ നിറയുകയോ അല്ലെങ്കിൽ നിയമങ്ങളിലോട്ട് പോവുകയോ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം അവർ തൊഴിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥ വരും എന്നുള്ള അവസ്ഥ കൊണ്ടാണ്. പക്ഷേ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് ഈ പോഷ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് 2013 തന്നെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. എന്താണ് പോഷ് ആക്ട് എന്ന് പറയാമോ? പോഷ് ആക്ട് എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അഗെയിൻസ്റ്റ് വുമൺ ഇൻ വർക്ക് പ്ലേസ്. അതിൽ പറയുന്ന പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റീഡ്രസൽ, അതായത് തടയുക, നിരോധനം, പരിഹരിക്കുക. ഇതാണ് ആക്ട്. അത് 2013 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. ഈ ആക്ട് കൊണ്ടുവരുന്നത് ഇത് ഒരു 1997 വൈശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ആ ഒരു കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആക്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ, അതായത് ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എവിടെയെല്ലാം ആണെന്ന് വെച്ചാൽ അത് ഇപ്പം പിന്നെ സർവീസിലിരിക്കുന്നവർക്കാകാം, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാകാം, ടെക്സ്റ്റൈൽസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രി, ഇപ്പോൾ സ്പോർട്സ് കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഡിയം, അങ്ങനെ അന്ന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളിലും, അതായത് 10 10ലധികമോ ജീവനക്കാരുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇപ്പോൾ ഈ ആക്ട് ബാധകമാണ്. അവിടെയുള്ള 10 സ്ത്രീകളല്ലല്ലോ, പുരുഷന്മാരും ആവാം. അല്ല, പുരുഷന്മാരും ആകാം. ചിലപ്പോൾ പുരുഷന്മാർ സ്ത്രീകളും അടക്കമാണ് പറയുന്നത്. അങ്ങനെയുള്ള 10 പേരുണ്ട്. 9 പുരുഷന്മാരും ഒരു സ്ത്രീയേ ഉള്ളൂ, എന്നാലും വേണം. സ്ത്രീയില്ലേ, മസ്റ്റായിട്ട് വേണം. അവിടെ എല്ലാം തന്നെ ഈ ആക്ട് ബാധകമാണ്. അവിടെ എല്ലാം തന്നെ ഈ പിന്നെ അവിടെ അതിലോട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഇതിലൊരു ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ 10 പേര് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നിർബന്ധമായിട്ടും ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി, അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ആക്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ കമ്മിറ്റി രൂപീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ തൊഴിലില്ലാത്തവന് 50,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ട സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി നടപ്പിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ 10 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റി, അല്ല, ഈ 10 പേരുള്ള സ്ഥാപനത്തിൽ ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞല്ലോ. ഈ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? കമ്മിറ്റി രൂപീകരിക്കാൻ, ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെയർപേഴ്സൺ, അത് ആ സ്ഥാപനത്തിലെ ഉന്നത പദവിയിലുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. 2 മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ നിരന്തരം സാമൂഹിക പിന്നെ പ്രവർത്തനങ്ങളിൽ, സോഷ്യൽ വർക്കിലൊക്കെ ഇടപെടുന്ന, എപ്പോഴും നിരന്തരം മറ്റുള്ള പ്രശ്നങ്ങളിൽ, സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നവരോ അല്ലെങ്കിൽ നിയമത്തിൽ അറിവുള്ളവർ ഒരാൾ, അങ്ങനെ 3 പേരോ, ചെയർപേഴ്സൺ, 2 മെമ്പേഴ്സ് അതുണ്ടാവണം. അവർക്ക് മുൻഗണന കൊടുക്കണം എന്നാണ് ആക്ടിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പരാതി വരുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഇൻ വർക്ക് പ്ലേസ് എന്നാണ്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മലയാളികൾക്ക് പൊതുവെ നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല. ഹറാസ്മെന്റ് എന്ന് പറയുന്ന വേർഡിന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് ഈ ആക്ട് പ്രകാരം ഉള്ളത്. അതിനൊരു ഇതുണ്ടല്ലേ? ഉണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ലൈംഗിക ചുവയുള്ള സംസാരം, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ കാണിക്കുക, ലൈംഗിക അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ അത് ഫേവർ ആയിട്ടുള്ള, അത് അനുകൂലമായിട്ടുള്ള ചില സിറ്റുവേഷൻസ്, അത് ഇത് തന്നെയാണ്. ഹറാസ്മെന്റ് ഉദ്ദേശിക്കുന്ന വേർഡിൽ വരുന്നതാണ് ഇതെല്ലാം വരും. അപ്പം അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു വർക്ക് പ്ലേസിൽ ഇങ്ങനെ ഒരു പീഡനം അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിക്രമത്തിന് ഇരയായാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിനാണ് ഇന്റേണൽ കംപ്ലൈൻറ്റ്സ് കമ്മിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കമ്മിറ്റിക്ക് മുമ്പിൽ ഈ പീഡനത്തിനിരയായ സ്ത്രീ എന്ത് ചെയ്യണം? 3 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. 3 മാസത്തിനുള്ളിൽ പിന്നെ പറഞ്ഞാൽ പോരാ, അല്ല, 3 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ഇൻ കേസ് ഇനിയിപ്പോൾ 3 മാസത്തിനുള്ളിൽ ആ സ്ത്രീ അവർക്ക് പരാതി ചിലപ്പം ഫയൽ ചെയ്യാൻ വരില്ല. ചിലപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു 3 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ദീർഘിപ്പിച്ച് കൊടുത്ത് അതിനുള്ളിൽ പരാതി നൽകിയാൽ മതിയാവും.
അല്ലെങ്കിൽ റീസൺ കാര്യമാണ്. അതാണ് മതിയായ റീസൺ വെച്ചുകൊണ്ട് വേണം 3 മാസത്തിനുള്ളിൽ വീണ്ടും കൊടുക്കാനുള്ളത്. കാരണം അവർക്കൊരു സമയം വേണമല്ലോ. കാരണം മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും റിക്കവറായി വന്ന് പരാതി കൊടുക്കാനുള്ള സമയം വേണം. അതെ അതെ. അപ്പോൾ അവർക്ക് ഇപ്പോൾ പരാതിക്കാരിക്ക് ചിലപ്പം താങ്കൾ പറഞ്ഞതുപോലെ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് ആ പരാതി എഴുതി തയ്യാറാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ചെയർപേഴ്സണോ ഈ പറയുന്ന 2 മെമ്പേഴ്സോ അവരെ സഹായിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, അവർക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ബുദ്ധിമുട്ട്, അതായത് അങ്ങനെ ഒരു ഇതിലോട്ട് വരുന്നില്ല, അങ്ങനെ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ല, എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ രേഖാമൂലമുള്ള സമ്മതപ്രകാരം അവരുടെ നെക്സ്റ്റ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ സഹപ്രവർത്തകയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ പരാതി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ തൊഴിലിടത്തിലുള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സംഭവം അനുഭവിക്കുന്നു, സ്ഥിരമായിട്ടൊരു സംഭവം അനുഭവിക്കുകയാണ്. അപ്പോൾ ഇത് അറിയാവുന്ന ആ സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് അറിയാവുന്ന മറ്റൊരു സ്ത്രീക്കോ പുരുഷനോ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഇവരുടെ സമ്മതത്തോടുകൂടി. അവരുടെ കൺസേൺ വേണം. പരാതിക്കാരിയുടെ സമ്മതം വേണ്ടേ? മറ്റൊരാൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ലല്ലോ. ഡയറക്റ്റ് പരാതിക്കാരിയല്ലേ ഇതിലെ വിക്ടിം എന്ന് പറയുന്നത്. അപ്പോൾ പരാതിക്കാരി തന്നെയാണ്. തൊഴിൽ നഷ്ടപ്പെടാം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മളെ ഇതിൽ ആരും അങ്ങനെ പരാതിപ്പെടാറില്ല. എന്തുകൊണ്ടാണ് പരാതിപ്പെടാറില്ല എന്ന് വെച്ചാൽ ചില പ്രത്യേക സമ്മർദ്ദങ്ങൾ കാണും. കാരണം തൊഴിലാളി എൻ്റെ ജോലി പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ഇനി ഇതിന് എൻ്റെ കുടുംബം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും എന്നുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾ പൊതുവെ ഇത് പുറത്ത് പറയാൻ മടിക്കും. അതാണ് ഏറ്റവും വലിയൊരു സത്യം. പക്ഷേ ഇപ്പൊ പണ്ടൊക്കെ സ്ത്രീകൾ അങ്ങനെ പുറത്ത് പറയാൻ മടിക്കുന്നവർക്ക് വേണ്ടി തന്നെയല്ലേ ഈ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. കാരണം പോലീസ് കേസോ പോലീസ് സ്റ്റേഷനിൽ ഇല്ലാതെ നമുക്ക് വളരെ രമ്യമായി അല്ലെങ്കിൽ അറിയാതെ തന്നെ പരിഹരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവർക്ക് പരാതിക്കാരി ഇപ്പം ഒരു പരാതിക്കാരി മെന്റൽ ഡിപ്രഷനിലോട്ടായിപ്പോയി. ചിലരങ്ങനെ ഒരു സ്റ്റേജിലോട്ട് പോകുന്നവരില്ലേ, താങ്ങാൻ പറ്റാതെ. അപ്പം അങ്ങനെയുള്ളവർക്ക് പരാതി നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം നമ്മൾ ചികിത്സ തേടുന്ന സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ അതറിയാവുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പരാതി കൊടുക്കാൻ പറ്റും, പരാതി സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇവർ പോയി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്ടർക്ക് പരാതി കൊടുക്കാൻ പറ്റും. കാരണം ഇവര് മെന്റൽ ഡിപ്രഷനിലാണ് ഇരിക്കുന്നത്. അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും അറിയില്ല. അപ്പൊ ഇവർക്ക് ഡയറക്റ്റായിട്ട് പരാതി സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡോക്ടർ ആണെങ്കിലും പരാതി കൊടുക്കേണ്ട ഈ ഇന്റേണൽ കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റും. ഈ സ്ഥാപനത്തിൽ പരാതി കൊടുക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ പീഡനത്തിനിരയായ സ്ത്രീ മരിച്ചുപോയാൽ പിന്നെ ആരാ പരാതി കൊടുക്കുക? പരാതി കൊടുക്കാൻ അവരുടെ അവകാശികളുണ്ട്. അവരുടെ അവകാശികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കാം, അങ്ങനെയും പരാതി കൊടുക്കാം. ഇനി ഈ പരാതി കിട്ടിയതിന് ശേഷം മരിക്കാത്ത സ്റ്റേജിലാണെങ്കിൽ പോലും ഇപ്പോൾ ഇവർ ഒരു സ്ഥാപനത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നൊരു ഇങ്ങനൊരു സെക്ഷൽ ഹറാസ്മെൻ്റ് അല്ല അതുപോലൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അവർ പ്രതികരിക്കുന്നില്ല. കാരണം അവർ അതോടുകൂടി ജോലി നിർത്തി വീട്ടിൽ പോവുകയാണ്. അവർ ഇതിൽ ഇന്റേണൽ കമ്മിറ്റി പറയാനോ പരാതിപ്പെടാനോ വരുന്നില്ല. അവരുടെ മനസ്സ് മടിച്ചിട്ട് അവർ ജോലി റിസൈൻ ചെയ്ത് പോയി. അത് വീട്ടുകാർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ സമ്മതം കൂടി വേണം. പരാതിക്കാരിയുടെ സമ്മതം കൂടി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. പരാതിക്കാരിയാണ് ഇവിടെ. പിരിഞ്ഞു പോയവർക്കും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും പറ്റും. അതുകൊണ്ടാണല്ലോ നമ്മൾ പിരിഞ്ഞു പോകുന്നത്. റീസൺ അതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. ഇനി പരാതി കൊടുത്ത് രമ്യമായി പരിഹരിക്കാനും ആക്ടിൽ വ്യവസ്ഥയുണ്ട്. രമ്യമായി പരിഹരിക്കാം. അതായത് അവരെയും 2 പാർട്ടിക്കാരെയും വിളിച്ച് ഇതെന്താണ്, ഇതൊരു പുറത്തൊരാരും അറിയാതെ നമ്മൾ ഇതെന്താണ് ഈ ചർച്ച ചെയ്ത് ഇതിലെന്താണ് ഒരു പരിഹരിക്കാനുള്ളത് എന്ന് തീർച്ചയായും വാണിംഗ് കൊടുത്ത് വിടാം. അല്ലെങ്കിൽ അവർ ഇപ്പം മാനസികമായിട്ട് ഇതൊക്കെ ചിലപ്പോൾ ഇനി ഇത് പരാതിയെ കൊടുത്തതിന് ശേഷം വീണ്ടും എതിർകക്ഷി വന്ന് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാൻ ചിലപ്പോൾ 2 പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, പരാതിക്കാരിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ട്രാൻസ്ഫർ എനിക്ക് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വേണം എന്ന് പറയാനും ഈ ആക്ടിൽ വ്യവസ്ഥയുണ്ട് എന്ന് അവർക്ക് ഡിമാൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ രമ്യമായി പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പൈസ കൊണ്ടുള്ള പരിപാടി നടക്കില്ല. ചില സെറ്റിൽമെന്റ്, പൈസ ചോദിച്ച സെറ്റിൽമെന്റ് പരിപാടി ഈ ആക്ടിൽ വ്യവസ്ഥയില്ല. അങ്ങനെ മേടിക്കാനേ പാടില്ല, പണം കൈപ്പറ്റാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം തന്നെ, ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് മേഖലകളിൽ കാണുന്നൊരു സംഭവമാണ്, നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള സംഭവം. ഇപ്പോൾ ഒരേ രീതിയിലുള്ള 2 സ്ത്രീകൾ, ഒരേ ലെവലിലുള്ള ഒരേ ഗ്രേഡിലുള്ള 2 സ്ത്രീകൾ
പക്ഷേ ഒരു സ്ത്രീക്ക് മാനേജറുമായിട്ട് ഒരു ലീഗൽ കണക്ഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മറ്റേ സ്ത്രീയെ കിട്ടേണ്ട ആനുകൂല്യങ്ങളോ പ്രൊമോഷനോ മറ്റു സംഭവങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് സെക്ഷൽ ഹരാസ്മെൻ്റ് അല്ല, ഡയറക്റ്റായിട്ടൊന്നും ചെയ്യുന്നില്ല, എന്നാൽ ഇതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് ആ സ്ത്രീ അനുഭവിക്കുന്നുമുണ്ട്. അപ്പോൾ അവർക്കിത് കംപ്ലൈൻറ്റ് ചെയ്യാനോ? തീർച്ചയായും ഞാനത് പറഞ്ഞല്ലോ, ഹറാസ്മെന്റ് ഉദ്ദേശിക്കുന്നതിൽ ഇങ്ങനെയും വരാം, ഈ ഒരു രീതിയിലും വരാം. അവരുടെ ചില ഇൻക്രിമെന്റ് തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് അധികം ഓവർലോഡ് പിന്നെ വർക്ക് ചെയ്യിപ്പിക്കുക, അതെല്ലാം തന്നെ ഈ ഹറാസ്മെന്റിൽ പരിധിയിൽ വന്ന് ഈ പോഷ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. പരാതിക്കാരിക്ക് ഇത് കമ്മിറ്റി മുമ്പാകെ പരാതി കൊടുക്കാൻ പറ്റും. അല്ല, ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഈ സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമേ ഉള്ളൂ, അതോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തും, അതായത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോ, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അനുകൂലമാവാം, വർക്ക് ലോഡ് ഇതിൽ വരാം. ഹറാസ്മെന്റ് ഉദ്ദേശിച്ച സെക്സ് മാത്രമല്ല, ബാക്കി ഏത് രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നു ആ രീതിയിൽ അത് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഈ ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. ഇതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഇവർക്ക് ഒരു മന്ത്ലി വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ചില സ്ഥാപനങ്ങളുണ്ട്, ഇപ്പം ടെക്സ്റ്റൈൽസ് അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊന്നും ഇവരെ ഇരിക്കാൻ അനുവദിക്കില്ല. രാവിലെ പോയാൽ അവർക്ക് രാത്രി അവർ ഇറങ്ങുന്നവരെ അവർക്ക് ഇരിക്കാൻ ഇവരെ അനുവദിക്കില്ല. ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ. അത് ഭയങ്കര ഒരു ചൂഷണമാണ് ഇവർക്ക് നടക്കുന്നത്. അല്ല, അത് നേരത്തെ ഇപ്പം അത് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം അവർക്ക് ഫുള്ള് ഇങ്ങനെ ഇത്രയും മണിക്കൂർ നിൽക്കണം എന്നൊന്നും ഇപ്പം ഇല്ല. ഇപ്പം അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് അല്ല, അത് മാറ്റിട്ട് ഇരിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം വലിയ പിന്നെ തിരക്കുള്ള ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ഇരിക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അവർക്ക് ഇരിക്കാം, അനുവദിക്കാറില്ല എന്നുള്ളതാണ്. അല്ല, നേരത്തെ അങ്ങനെയായിരുന്നു. പക്ഷെ അത് പിന്നീട് കോടതി ഇടപെട്ട് ഇത് മാറ്റിയിട്ടുണ്ടല്ലോ. അവർക്ക് ഇരുന്ന് അവരുടെ ഇരിക്കാം, അവർക്ക് സുഖമില്ല എന്നുള്ള സ്റ്റേജിൽ അവർക്ക് ഇരിക്കാം, അവരുടെ റെസ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെയാണ്. പക്ഷേ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും ഒന്നും അവർ കംപ്ലൈന്റ് ചെയ്യാൻ തയ്യാറാവില്ല. അതാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞില്ലേ, കംപ്ലൈന്റ് ഇല്ലാത്തടത്തോളം കാലം മറ്റു പരിഹാരം ഇല്ലല്ലോ. പ്രശ്നം തന്നെയല്ലേ അത്. നമുക്ക് ഇടപെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റി അറിഞ്ഞ് ഇടപെടാൻ പറ്റില്ലേ കമ്മിറ്റിക്ക്? കമ്മിറ്റിക്ക് തീർച്ചയായും ഇടപെടാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു പരാതി വന്നാൽ മാത്രമല്ലേ കമ്മിറ്റിക്ക് ഇടപെടാൻ പറ്റുള്ളൂ. പരാതി കൊടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ല, ഇത് പല അതായത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇപ്പൊ ടെക്സ്റ്റൈൽസ് ഇങ്ങനെയുള്ള എല്ലാ ഈ 10ൽ മേലെ ജീവനക്കാരുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു രജിസ്റ്റർ ഉണ്ട്. ഈ ഒരു ഇതെല്ലാം ഒരു ഫയലാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഇതുവരെയും ഒരു പരാതി വരികയോ അതാണ് ഞാൻ പറഞ്ഞത്, നടപടിക്രമങ്ങളും ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഒരു ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ടെക്സ്റ്റൈൽസ് ജോലി വരുന്നത്. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് ഇവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കാൻ അനുവാദമുണ്ട് എങ്കിൽ പോലും ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചൂഷണം ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ഇതിൽ ഒരുപാട് ചൂഷണങ്ങൾ ഇപ്പോഴും സ്ത്രീകൾ നേരിട്ടുണ്ട്. നമ്മളിനി എത്ര ആക്റ്റീവ് അത് കൊണ്ടുവന്നു ഇത് കൊണ്ടുവന്നു പറഞ്ഞാലും ഒരുപാട് തൊഴിലിടങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾ ഒരുപാട് ചൂഷണത്തിന് വിധേയരാവുന്നുണ്ട്. ഒരു സ്ത്രീ കംപ്ലൈന്റ് ചെയ്യാൻ മുന്നോട്ട് വന്നാൽ പിന്നെ അവൾക്ക് ആ ജോലി കാണില്ല. അതുകൊണ്ടാണ് മാത്രമല്ല മറ്റൊരു സ്ഥലത്തും ജോലി കിട്ടാത്തൊരവസ്ഥ വരും. അതാണ്. അപ്പൊ അവരെ മോശക്കാരായിട്ട് ചിലർ ചിത്രീകരിക്കുകയും ചെയ്യും. നമ്മളിപ്പം ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു സപ്പോസ് നമ്മളൊരു തൊഴിലിടത്തെ കാര്യമെല്ലാം ഞാൻ പറയുന്നത്, സപ്പോസ് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറ്റം ഉണ്ടായാൽ അത് വ്യക്തിമായ അത് പ്രതികരിക്കുമ്പോൾ മറ്റുള്ളവർ മിണ്ടത്തില്ല, ഇവരൊറ്റപ്പെടും. അപ്പോൾ ഇവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം വരും. അപ്പോൾ എന്താണ്, അതുകൊണ്ട് പല സ്ത്രീകളും എന്ത് ചെയ്യാൻ പറയും, അത് മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള പെൺകുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴുള്ള പെൺകുട്ടികൾ വളരെ ബോൾഡാണ്. അവർ അപ്പോൾ തന്നെ പ്രതികരിക്കും. അല്ല, ഇപ്പോൾ നമ്മൾ തന്നെ കണ്ട ഒരു ഉദാഹരണമാണ്. ഇപ്പം മറ്റേ ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു. എന്നിട്ട് അയാളെ അനുകൂലിച്ചിട്ടാണ് ആൾക്കാർ മുഴുവൻ അവളുടെ ഡ്രസ്സ് ശരിയല്ല അതല്ല ആൾക്കാരുടെ ഒരു മനോഭാവം. അല്ല, അയാളെ അനുകൂലിച്ച് ഒരുപാട് പേര് വന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൂമാല കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഇപ്പോഴും പിടിച്ചില്ലേ? അതാണ് ഞാൻ പറയാം, നമ്മളെ ആൾക്കാരുടെ മനോഭാവം മാറിയല്ലാതെ ഇതൊന്നും മാറ്റം വരില്ല. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുന്ന സ്ത്രീയുടെ അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത്. പ്രതികരിക്കുന്ന സ്ത്രീ മോശക്കാരിയാവും. പ്രതികരിക്കുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ, സമൂഹത്തിൽ അങ്ങനെയാണ്. പ്രതികരിക്കുന്നവർ എപ്പോഴും മോശക്കാരാവും. അതെ, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടത് സ്ത്രീയുടെ സൈഡിൽ നിന്നാണ്. പക്ഷെ തിരിച്ചും സംഭവിക്കാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജറിനോട് തോന്നുന്ന അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥനോട് തോന്നുന്ന ഒരു ഈഗോ ഈ സ്ത്രീ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നം വരില്ലേ? അങ്ങനെയും വരും. അങ്ങനെ പരാതി കൊടുക്കാം. അങ്ങനെ പരാതി ഞാൻ പറഞ്ഞത് ഈ പോഷ് ആക്ട് പ്രകാരം അങ്ങനെ പരാതി കൊടുത്താൽ പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അതിന് നടപടി ഉണ്ടാവും. സ്ത്രീ വ്യാജമാണെന്ന് ബാക്കി ഈ കമ്മിറ്റി കണ്ടെത്തണം.
കമ്മിറ്റി കണ്ടെത്തണം. പരാതിക്കാരി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പരാതിക്കാരി പരാതി കൊടുത്താൽ എതിർകക്ഷിക്ക് ഉടനെ തന്നെ നോട്ടീസ് പോകും. എതിർകക്ഷി അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ എതിർകക്ഷിക്ക് അവരുടേതായ ഒരു പറയാനുണ്ടാവുമല്ലോ കാര്യങ്ങൾ. അവർക്ക് രേഖാമൂലമോ അല്ലെങ്കിൽ സാക്ഷികളോ ഒക്കെ കൊണ്ടുവന്ന് ഈ 10 ദിവസത്തിനുള്ളിൽ അവിടെ അവർക്ക് ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ അവരവിടെ പറയുക. അപ്പോൾ ഈ കമ്മിറ്റി എന്ത് ചെയ്യും? കമ്മിറ്റി അത് ഓരോരുത്തരെയും സെപ്പറേറ്റ് ആണ്. ഇതെല്ലാം രഹസ്യ സ്വഭാവമുള്ളതാണ്. അത് പുറത്തു വിടാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു കാര്യങ്ങളും പുറത്തു വിടാൻ പാടില്ല. അപ്പോൾ അവർ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ച് അതിൻ്റെ ഇത് മനസ്സിലാക്കി അതിൽ എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ നടത്തേണ്ടത്, അല്ല എന്തൊക്കെ ശുപാർശ ചെയ്യണം, ഇതിലെന്താണ് രമ്യമായി പരിഹരിച്ച തീരുമോ എന്നുള്ളത് ഇന്റേണൽ കമ്മിറ്റി കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും, ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന എതിർകക്ഷിക്കുള്ള കാര്യങ്ങൾ എന്താണ്, പരാതിക്കാരി അനുഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതൊന്നും പരസ്യമായി പ്രസിദ്ധപ്പെടുത്താൻ പാടില്ല. അത് രഹസ്യം തന്നെയായിരിക്കും. അങ്ങനെ പറയുമ്പോൾ വേറെ കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ഒരു സ്ത്രീ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കമ്മിറ്റിക്ക് എന്തെങ്കിലും ഇതെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ പേരോ അല്ലെങ്കിൽ സംഭവമോ വെളിപ്പെടുത്താതെ പരാതി കൊടുക്കാൻ പറ്റും? പരാതി കൊടുക്കുമ്പോഴത്തേന് അല്ല, ഈ കമ്മിറ്റിക്ക് അത് രഹസ്യമാക്കി വെക്കാൻ പറ്റും? കമ്മിറ്റി തീർച്ചയായും രഹസ്യമാക്കി വെക്കണം. അല്ല, ആരാണ് കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീ ഞാനാണ് എന്ന് അറിയാതെ അവർക്ക് പറയാൻ പറ്റും? ഇല്ല, അത് കമ്മിറ്റിക്കകത്ത് വരുമല്ലോ. അതിന് കമ്മിറ്റിക്ക് അറിയാൻ പറ്റും, പക്ഷെ പുറത്ത് പറയാൻ പാടില്ല. അതിന്റെ എതിർകക്ഷി ഞാനാണെങ്കിൽ ഞാൻ അറിയാതെ അത് എതിർകക്ഷിക്ക് നോട്ടീസ് പോകുമല്ലോ. അപ്പൊ ഇന്ന ആളാണെന്ന് പറയും. അല്ല, എതിർകക്ഷിക്ക് ഇവര് പരാതി കൊടുത്തതിന്റെ കോപ്പിയും കൂടി ചേർത്താണ് നോട്ടീസ് കൊടുക്കുന്നത്. അല്ല മാം, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ മോശമായിട്ട് പെരുമാറി. പക്ഷെ ഈ സ്ത്രീക്ക് അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പ്രശ്നം വരാതെ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ പേരോ അല്ലെങ്കിൽ ഇവളുടെ ഡീറ്റെയിൽസോ വെളിപ്പെടുത്താതെ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു. പക്ഷെ ഈ കമ്മിറ്റി മറ്റേ ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് പരാതി തന്നത് ആരാണെന്ന് പറയാതെ അവർക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പരാതി തന്നത് ആരാണെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത് എതിർകക്ഷിയുടെ അവകാശമല്ലേ? മനസ്സിലായി? എതിർകക്ഷിക്ക് അറിയണ്ടേ എന്നിൽ മേലുള്ള പരാതി എന്താണ്, ഞാൻ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹത്തിന്. അപ്പോൾ ആ കൊടുത്ത പരാതിക്ക് എന്താണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന് വിശദീകരിക്കാനുള്ള ഇതും എതിർകക്ഷിക്ക് വേണ്ടേ? ആ പരാതി ആരാണ് കൊടുത്തെന്ന് അറിഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ. ഇത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട്. അല്ലല്ല, അത് എതിർകക്ഷി അറിയിക്കണം, പുറത്തറിയരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എതിർകക്ഷി അറിയിക്കാം, ഇന്റേണൽ കമ്മിറ്റിയിലുള്ളവരും അറിയാം. അല്ല, ഇതിനകത്തൊരു സംഭവം പറഞ്ഞാൽ ആരാണെന്ന് ഇയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അവിടുത്തെ എന്തായാലും ഈ പരാതിപ്പെടുന്ന ആൾ കുറച്ച് അവിടെ സ്ഥാനമാനങ്ങളുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ അയാൾ ഇവരാണ് എനിക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ ജോലി ഭാവിയിൽ അവരുടെ ജോലി അങ്ങനെ വരില്ല. സർക്കാർ ഇപ്പോൾ പിന്നെ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ അവരുടെ സർവീസ് റൂൾസ് അനുസരിച്ചാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഞാൻ പ്രൈവറ്റ് മേഖലകളിലാണെങ്കിൽ ഇപ്പോൾ തൊഴിലുടമയ്ക്ക് തീരുമാനം എടുക്കാം എന്താണെന്നുള്ളത്. പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ തൊഴിലുടമ ഇപ്പോൾ ടെക്സ്റ്റൈൽസ് നിൽക്കുന്ന ജോലിക്കാരിയാണ്, ഇപ്പം അവർ പറഞ്ഞ രമ്യമായി ഇത് നീ ഇവിടെ തുടരണോ, അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് പറയാം ഇതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യും, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം. അല്ലെങ്കിൽ പരാതിക്കാരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പരാതിക്കാരെ എന്ത് ചെയ്യാം, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം. അതിന് ഇന്റേണൽ കമ്മിറ്റിക്ക് പിന്നെ അധികാരമുണ്ട്. കാരണം ഇവർ എടുക്കുന്ന പരാതി പരിശോധിച്ച് അതിൽ നടപടിയെടുത്ത് ഇപ്പം ഇതിൽ എന്ത് ശിക്ഷ വിധിക്കണമെന്നുള്ളത് അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം വിത്തിൻ 7 days എന്ത് ചെയ്യണം, ഇവരെ സർവീസിന് ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ വരെ പറയാനുള്ള അധികാരം ഇന്റേണൽ കമ്മിറ്റിക്കുണ്ട്. ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റി പറയുന്ന ഒരു വിധി എന്നൊക്കെ പറഞ്ഞല്ലോ, ഇത് ലീഗലി എവിടെ വരെ പോവാം? ലീഗലി നമുക്ക് കോടതി, ഇപ്പം ഇന്റേണൽ കംപ്ലയൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു സിവിൽ കോടതിയുടെ റൈറ്റാണ് കൊടുക്കുന്നത്, റൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള പിന്നെ ഗവൺമെന്റ് തലത്തിലോട്ട് ശുപാർശ കൊടുക്കാം. അപ്പോൾ അവരുടെ റൂൾസ് അനുസരിച്ച് അവർ ടെർമിനേറ്റ് ചെയ്യാൻ വരെ ഇതുണ്ട്. അല്ല, ടെർമിനേറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, അതിന് മേളിലോട്ട് ഒരു നല്ല അതിന് പേരിൽ അപ്പീൽ പോകുമ്പോൾ മറ്റവർക്ക് സമയം കിട്ടൂല. ഇതിനുള്ളിൽ വിതിൻ 7 days ഇത് ചെയ്യണമെന്നാണ് ഇവര് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ഇതിലിപ്പോൾ പരാതിക്കാരി ഗുരുതരമായിട്ട് വരികയാണ്, മീൻസ് അവർക്ക് ഇന്റേണൽ കമ്മിറ്റിക്ക് ഇത് പരാതി പരിശോധിക്കുമ്പോൾ ഇതിൽ എത്രത്തോളം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അവർക്ക് വേണമെങ്കിൽ ആ കേസ് പോലീസിന് റെഫർ ചെയ്യാം, പോലീസ് സ്റ്റേഷനോട് റെഫർ ചെയ്യാം. അപ്പോൾ അത് കേസ് വേറെ അവർ അന്വേഷിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് സാധാരണ ക്രിമിനൽ കേസ് പോലെ മുന്നോട്ട് പോകും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റ് അല്ലാതെ ഒരു റേപ്പോ അങ്ങനെയുള്ള സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മിറ്റിക്ക് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയോ മറ്റു നിയമനടപടികളിലോട്ട് പോകാം. അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ പോലീസിന് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ബാക്കിയെല്ലാം ക്രിമിനൽ കേസ് പോലെ സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കും കോടതിയിൽ. ചെറിയ സംഭവങ്ങളൊക്കെ അവർ അവിടെ തന്നെ പരിഹരിക്കും, അവരുടെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ പറ്റും.
അപ്പോൾ ഈ തൊഴിൽ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പം ഏതുവരെ ആവാം. ഇപ്പോൾ ഒരു ചെറിയ സ്ഥാപനം, ഇപ്പോൾ 10 പേരുള്ള ഒരു കൊച്ചു സ്ഥാപനം മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ ഉണ്ട്, ആയിരക്കണക്കിന് സ്ത്രീകൾ ഉള്ള സ്ഥാപനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അതിന് വേറെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത്? ഒരു തൊഴിലുടമയുടെ കീഴിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ, അങ്ങനെ ഒരുപാട് കമ്പനികൾ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം വേണമെന്നാണോ? അതെ, അത് ഏത് കമ്പനിയല്ലേ, എന്നാലും അതിപ്പോൾ കരാർ അടിസ്ഥാനത്തിലാകാം, പൊതുമേഖല, ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റൈൽസ്, അങ്ങനെ എവിടെ സ്ഥിരം എംപ്ലോയീസ് തന്നെ ആവണമെന്നില്ല, കരാർ അതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത. അതാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു 10 ജീവനക്കാരുണ്ടെന്ന് വെച്ചു, അവിടെ ഇപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യാർത്ഥം ഒരു സ്ത്രീ ഇവിടെ വന്നാൽ അവർക്ക് നേരിട്ടാലും ഈ ആക്ട് അവർക്ക് ബാധകമാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലെയും വൈകിട്ടും മാത്രം മറ്റേ എന്താ പറയുക, ഈ തൂക്കാനൊക്കെ വരുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് ബാധകമാണ്. അതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത. കാരണം വീട്ടു ജോലിക്ക് വരുന്നു, അല്ലെങ്കിൽ ഇവിടെ സ്വീപ്പറായിട്ട് വരുന്നു, പാർട്ട് ടൈം സ്വീപ്പറായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിനൂടെ വരുന്നു, ഒരു ദിവസത്തെ പണിക്ക് വരുന്നു, എന്നാൽ പോലും അവർ അതിക്രമം നേരിട്ടാൽ ഈ ആക്ട് പ്രകാരം അവർക്ക് പരാതി കൊടുക്കാൻ പറ്റും. അതാണ് ഈ ആക്ടിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഹോസ്പിറ്റലിലായ നഴ്സുമാരായാലും കൊടുക്കാൻ പറ്റും. തീർച്ചയായും എല്ലാവർക്കും കൊടുക്കാം, എല്ലാ സ്ത്രീകൾക്കും. അതിൽ പറയുന്നത് സ്ത്രീകൾക്ക് ഈ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വർക്ക് പ്ലേസിൽ നേരിടുന്ന അതിക്രമങ്ങളാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും വെച്ച് നേരിടുന്ന അതിക്രമങ്ങൾക്ക് ഈ ആക്ട് നിൽക്കില്ല, പോഷ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. പോഷ് ആക്ട് എന്ന് പറയുന്നത് വർക്ക് പ്ലേസിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ. അതെ, നേരത്തെ മാം പറഞ്ഞ പോലെ ഈ പോഷ് ആക്ട് ഉണ്ടെങ്കിൽ പോലും പരാതി പറയാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു. അത് നമ്മുടെ സ്ത്രീകൾ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടാവും. പക്ഷേ പരാതി അങ്ങനെ വലുതായിട്ട് ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ഇന്റേണൽ കമ്മിറ്റി മെമ്പറാണ്. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കേരള വിമൻ കമ്മീഷൻ ഇപ്പോൾ ലാസ്റ്റ് മന്തിൽ അവിടെ PWD റെസ്റ്റ് ഹൗസിൽ വെച്ചൊരു ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പോയിരുന്നു. അവിടെ ഈ പറയുന്ന സർക്കാർ തലത്തിലുള്ള ഓരോ ഉദ്യോഗസ്ഥർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ തലത്തിലുള്ളവരാണ് ഓൾമോസ്റ്റ് കൂടുതലും. പക്ഷെ അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ്, ഈ നിയമം ഇതെങ്ങനെ നടപ്പിലാക്കണം, ഇതെങ്ങനെ പരാതി കൊടുക്കണം, ഇതെങ്ങനെ പരിഹരിക്കണം, ഇതിനെന്ത് നടപടിയെടുക്കണം എന്ന് സർക്കാർ തലത്തിലുള്ള ജീവനക്കാർക്ക് അവർക്ക് അറിയില്ല. അവർക്ക് പോലും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവർക്ക് കാലാകാലങ്ങളായിട്ട്, അതായത് ഒരു 6 months കൊടുക്കും, ഇവർക്ക് ഒരു അവയർനെസ് ട്രെയിനിങ് കൊടുക്കണം. അല്ല, ഈ കമ്മിറ്റി മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഇല്ലാത്ത സ്ഥാപനങ്ങളെ കണ്ടെത്താനോ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള മാർഗം സർക്കാരിനുണ്ടോ? സർക്കാരിന് ഉണ്ടാവും, അധികാരപ്പെടുത്തിയിട്ടുണ്ടാവും. തീർച്ചയായും എല്ലായിടത്തും ഉണ്ട് ഈ സാധനം, എല്ലായിടത്തും ഫയലായിട്ട് ഇരിപ്പുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ ഫയലൊരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്, പക്ഷെ ആരും ഒന്നും പരാതി വരുന്നതും നടപടികളൊന്നും എടുത്തതായിട്ട് ഒന്നും വരാറില്ല. നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാനുള്ള കാലതാമസം ഉണ്ട്. പക്ഷെ സ്ത്രീകൾ ശക്തരാണ്. സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ഉള്ള ബോധവൽക്കരണം നടത്തുന്നത് കൊണ്ടും സ്ത്രീകൾക്ക് അറിയാത്ത ഒരുപാട്, പണ്ട് കാലങ്ങൾക്ക് സ്ത്രീകൾ വീട്ടിലായിരുന്നല്ലോ, വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറിയില്ലേ സ്ത്രീകൾ. അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കണം. ഇന്ന നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഇന്ന നിയമങ്ങൾ പ്രകാരം നിങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങളിൽ പരാതി പരിഹരിക്കാൻ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റും എന്ന് പിന്നെ അവർക്ക് കൂടെ അവയർനെസ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ ശക്തരാവും. ഈ നിയമപ്രകാരം, ഈ പോഷ് ആക്ട് പ്രകാരം വർക്ക് പ്ലേസിൽ നേരിടുന്ന അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ അത് വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ചില പരാതികൾ ഇപ്പം എല്ലാം നമ്മൾ പുരുഷന്മാർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നവരിതിലോട്ട് വരുന്നതല്ല. പുരുഷന്മാർ ചിലപ്പോൾ സ്ത്രീകൾ വ്യാജമായിട്ട് പരാതി കൊടുത്തിട്ടുണ്ടാവും. ആ വ്യാജ പരാതി കൊടുത്താൽ പരാതി നേരിട്ട് അവരെ അന്വേഷിച്ച് ഇത് വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ ഈ പരാതിക്കാരിയായ സ്ത്രീകൾക്കെതിരെ നടപടിയെടുക്കാനും ഈ ആക്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇത്രയും വലിയൊരു ഇൻഫർമേഷൻ നമുക്ക് പങ്കുവെച്ച മാഡത്തിന് ഒരുപാട് നന്ദി.